ഓക്കെ, റെഡി ആണല്ലോ? റെഡിയാണ്. റെഡിയാണ്. ഓക്കെ, എവിടെ വരെയാ നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ? ഓർമ്മയുണ്ടോ? ഗൈനക്കോളജി കംപ്ലീറ്റ് ആയി. ഗൈനക്കോളജി കംപ്ലീറ്റ് ചെയ്തു. നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തോ? അതിന്റെ അതുവരെയുള്ള നോട്ട്സ് നമ്മൾ തന്നതാണ് അല്ലെ? ഗൈനക്കോളജി വരെ എടുത്തു എന്നാണ് പറയണേ. എല്ലാവരും ഓക്കെ ആയോ? റെഡി ആയോ? ബുക്കും നോട്ടൊക്കെ നോക്കിയെന്ന് തപ്പി നോക്കിയേ. നമ്മളുടെ ഗൈനക്കോളജിയുടെ നോട്ട്സ് ഒക്കെ കംപ്ലീറ്റഡ് ആണോ? ഗൈനക്കോളജിയിലൊന്നും അധികമൊന്നും നോട്ട്സ് ഒന്നും ഉണ്ടായില്ല. ചില വേർഡ്സിന്റെ മീനിങ്സ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നെ. ഐ തിങ്ക് അതൊക്കെ എഴുതിയെന്നാണ്. റൈറ്റ്, ഓക്കെ. സോ നമുക്ക് ഇനി നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. കഴിഞ്ഞ ആഴ്ച നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഇൻഡിപെൻഡൻസ് ഡേയുടെ അവധിയായിരുന്നു. സോ കുറച്ച് ഗ്യാപ്പിലാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് എന്താ പറയാ, കുറെ അകലേക്ക് പോലെ തോന്നുന്നു. എന്തൊക്കെ എടുത്തു ഏതൊക്കെ അറിയാൻ പാടില്ലാത്ത പോലെ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോടൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. നോട്ടും കംപ്ലീറ്റഡ് ആണോ, അവിടെ വരെയൊക്കെ തന്നെയാണോ? നിങ്ങളുടെ കയ്യിൽ പ്രിന്റഡ് നോട്ട്സ് ഉണ്ടാവുമല്ലോ, ഒന്ന് നോക്കുക. അതിനകത്ത് കറക്റ്റ് ആണോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ വരെയൊക്കെ തന്നെയാണ് എടുത്തതെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവരും അവിടെ വരെ എത്തി. സോ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പഠിക്കാൻ പോണേ. വാട്ട് ഈസ് ഇറ്റ്? ഒബ്സ്റ്റെട്രിക്സ് അല്ലെ? ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ സബ് സ്പെഷ്യാലിറ്റി ഓഫ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഗൈനക്കോളജിയിൽ നമ്മൾ തൊട്ട് മുന്നിൽ പറഞ്ഞതാ ഏത്? ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി ഗൈനക്കോളജിന്റെ എന്ത് സബ് സ്പെഷ്യാലിറ്റി ആയിട്ട്, ഇത് കുറച്ചുകൂടി സ്പെഷ്യൽ കെയർ ഏതോ ഒരു വിഭാഗത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത്? ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ കെയർ ഓഫ് മദർ ആൻഡ് ചൈൽഡ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ഓൾസോ ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത്. അതായത് അമ്മയ്ക്കും കുഞ്ഞിനും ജനിക്കുന്നതിന് മുൻപും ആ ജനനത്തിന്റെ പീരീഡ് മുഴുവനും ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത്, കുട്ടി ഉണ്ടായതിനു ശേഷവും മൊത്തത്തിൽ ഒരു കെയർ, സ്പെഷ്യൽ കെയർ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു വിഭാഗം, ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും തമ്മിൽ ക്ലാഷ് ആകേണ്ട. ഗൈനക്കോളജി ഈസ് നോട്ട് സെയിം ആസ് ഒബ്സ്റ്റെട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഗൈനക്കോളജി എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതും ഒന്നല്ലേ എന്ന് നമുക്ക് തോന്നേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഗൈനക്കോളജിയിൽ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള അതിനെ ബാധിക്കുന്ന ഡിസീസസ്, നമുക്കറിയാം ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരുപാട് ഓർഗൻസ് നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിനകത്തുണ്ട്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒക്കെ ഡിസീസസ് അതിനെയൊക്കെ ബാധിച്ചാൽ, അത്തരം ഓർഗൻസിനെയൊക്കെ ബാധിച്ചാൽ ഇറ്റ് വിൽ അഫക്ട് ദ റീപ്രൊഡക്ഷൻ. നമ്മളുടെ റീപ്രൊഡക്ഷനിൽ അത് നേരിട്ടും അല്ലാതെയൊക്കെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ? പ്രത്യുൽപാദനം നടത്താൻ പറ്റാത്ത അവസ്ഥകളിലേക്കൊക്കെ ചില അസുഖങ്ങൾ കൊണ്ടെത്തിക്കാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സ്പെക്ട്രം ഓഫ് എന്താ പറയാ ട്രീറ്റ്മെന്റുകളാണ് നമ്മുടെ ഗൈനക്കോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ നമ്മുടെ ഒബ്സ്റ്റെട്രിക്സിൽ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി അമ്മയാകാൻ തുടങ്ങുന്ന ആ ബിഗിനിങ് സ്റ്റേജ് മുതൽ അവിടെ തുടങ്ങിയാണ്. അതിന് ബിഫോർ, ആഫ്റ്റർ, ഡ്യൂറിങ് ചൈൽഡ് ബർത്ത് എന്ന് പറഞ്ഞേക്കണേ. അതായത് കുട്ടി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം വരെ, കുട്ടി ഉണ്ടാകാൻ തുടങ്ങുന്നതിന് ആരംഭം മുതൽ ആ ഒരു നമുക്കറിയാം ഒരു നമുക്ക് ഇത്രയും സമയമാണ് അതിന്റെ കുട്ടിക്ക് അതിന്റെ എന്താ പറയാ വളർച്ച പൂർത്തിയാക്കി പുറത്തേക്ക് വരാൻ എടുക്കുന്നത് അല്ലെ? 9 months 9 days എന്നൊക്കെ പറയുമല്ലോ ചിലര്. അപ്പൊ ആ ഒരു ഡ്യൂറേഷൻ കംപ്ലീറ്റ് ചെയ്ത് കുട്ടി ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന പരിചരണങ്ങളും നമ്മൾ അതിന് കാര്യങ്ങളൊക്കെ ഗൈനക്കോളജിയുടെ ആ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞപ്പോ തന്നെ നമ്മൾ പറഞ്ഞതാണ്. കുട്ടി ഉണ്ടായതിനു ശേഷം നമുക്കറിയാം അമ്മയ്ക്കും കുട്ടിക്കും ഒരുപോലെ ട്രീറ്റ്മെന്റുകൾ കിട്ടേണ്ടതായിട്ടുണ്ട്. അമ്മയുടെയും ശരീരമൊക്കെ പല രീതിയിലും അതിന് എന്താ പറയാ പിന്നീട് നമുക്ക് പലതരത്തിലുള്ള ആഫ്റ്റർ ഇഫക്റ്റുകളും, ഒരു കുട്ടിയെ ജനിപ്പിക്കുന്നത് കൊണ്ട് അമ്മമാർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, പെയിൻഫുൾ ആകുന്ന ഒത്തിരി കാര്യങ്ങൾ, ഇപ്പൊ ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നതിന്റെ ആകാം, ഓപ്പറേഷൻസ് നടത്തുമ്പോൾ അതിൽ കിട്ടുന്ന പല കാര്യങ്ങളാകാം. എന്തായാലും അത്തരം പ്രശ്നങ്ങളൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഒരു ഡയറ്റും അതുപോലെ തന്നെ ഹെൽത്ത് കെയറും ഒക്കെ നമ്മൾ കിട്ടാറുണ്ട്. നമുക്ക് പണ്ടൊക്കെ അത് വീടുകളിൽ തന്നെ അമ്മമാരൊക്കെയാണ് ചെയ്തു കൊടുത്തിരുന്നത്. അവരെ കെയർ ചെയ്യുന്നു, അവരെ കുളിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അമ്മയും കുഞ്ഞിനെയൊക്കെ. അപ്പൊ അത് നമ്മളുടെ ഇപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സബ് സ്പെഷ്യാലിറ്റീസ് തന്നെ ഗൈനക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു വിഭാഗമാണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ദിസ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ഓർ ടെക്നിക്, രണ്ടും ഒന്ന് തന്നെയാണ്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് അല്ലെങ്കിൽ ART എന്ന് നമുക്ക് അതിനെ ഷോർട്ട് ആക്കി പറയാം. Which gives, it is also a special medicine
ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ് വിച്ച് പ്രൊവൈഡ്സ് ട്രീറ്റ്മെന്റ് ഫോർ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ബോത്ത് ഇൻ മെൻ ആൻഡ് വിമൻ. അതായത് സ്ത്രീകളിലും പുരുഷന്മാരിലും കാണപ്പെടുന്ന ഈ പറയുന്ന എന്താ പറയാ സ്ത്രീകൾക്ക് കുട്ടി ആകാനായിട്ട്, അതായത് അമ്മയാകുന്ന ബിഗിനിങ് സ്റ്റേജ് മുതൽ ആ പ്രഗ്നൻസി പീരീഡ് കംപ്ലീറ്റും അതിനുശേഷം കുട്ടി ഉണ്ടായതിനു ശേഷവും ഉള്ള ട്രീറ്റ്മെന്റുകൾ മാത്രമല്ല ഒബ്സ്റ്റെട്രിക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു വിഭാഗത്തില് ART എന്ന് പറയുന്ന അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് ഉപയോഗിച്ച് മെന്നിലും വിമനിലും ഉണ്ടാകുന്ന ചില അപാകതകൾ, അതായത് ഇൻഫെർട്ടിലിറ്റി, അതായത് വന്ധ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി പരിചരിച്ച് ഡയഗ്നോസിസ് ചെയ്ത് തെറാപ്പി ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്ത് തെറാപ്യൂട്ടിക് ടെക്നിക്സിലൂടെ ഇൻഫെർട്ടിലിറ്റിനെ ഫെർട്ടൈൽ ആക്കാൻ, ഫെർട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ, അവരുടെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, എൻഹാൻസ് ചെയ്യാനും, ആൻഡ് ഓൾസോ ടു സ്റ്റഡി ദ എംബ്രോയോളജി സർവീസസ്, അതായത് അവരുടെ ഭ്രൂണശാസ്ത്രത്തെ കുറിച്ചൊക്കെ പഠിച്ച് വിട്രോ ഫെർട്ടിലൈസേഷൻ, അതായത് കൃത്രിമ ഗർഭധാരണം അല്ലെ, അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ പറയുന്ന ഒബ്സ്റ്റെട്രിക്സ് വിഭാഗത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അമ്മയ്ക്ക് കുഞ്ഞിനും തുടക്കം മുതൽ അവസാനം ജനിച്ചതിന് ശേഷം വരെയുള്ള കംപ്ലീറ്റ് ട്രീറ്റ്മെന്റുകളാണ് ഈ ഒബ്സ്റ്റെട്രിക്സിൽ കിട്ടുക, ഇൻക്ലൂഡിങ് അത് കൂടാതെ നമുക്ക് കിട്ടുന്ന മറ്റൊരു സേവനം ഈ ഒരു വിഭാഗത്തിൽ ART ആണ്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് ആണ്, വിച്ച് ഈസ് ഫോർ മെൻ ആൻഡ് വിമൻ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ്. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കാണുന്ന വന്ധ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ട്രീറ്റ് ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള പരിചരണങ്ങൾ കൊടുത്ത് അവരുടെ എംബ്രയോളജി സർവീസസ് പ്രൊവൈഡ് ചെയ്ത് ഭ്രൂണശാസ്ത്ര സംബന്ധമായ സേവനങ്ങളൊക്കെ ലഭ്യമാക്കി ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ടും അവർക്ക് അത് എന്താ പറയാ അവരെ ഫെർട്ടൈൽ ആക്കി കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ വെട്രോ ഫെർട്ടിലൈസേഷനിലൂടെ, അതായത് എന്താ നമ്മുടെ കൃത്രിമ ഗർഭധാരണത്തിലൂടെ കുട്ടി ഉണ്ടാകുന്ന ആ ഒരു രീതി കൂടി അഡോപ്റ്റ് ചെയ്ത് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു വിഭാഗം കൂടിയാണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ എന്താണ് ഒബ്സ്റ്റെട്രിക്സ്? അപ്പൊ മനസ്സിലായി കാണണം, ഒബ്സ്റ്റെട്രിക്സ് ഈസ് നോട്ട് ആസ് സെയിം ആസ് ഗൈനക്കോളജി. നമ്മുടെ ഗൈനക്ക് പോലെ തന്നെയല്ല ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത് എന്ന് നോക്കുക അല്ലെ. അപ്പൊ ഇത് നമ്മൾക്ക് ഒരു സ്ത്രീ പെൺകുട്ടി ആയി കഴിഞ്ഞതിന് ശേഷം അവൾക്ക് നമ്മൾ പറഞ്ഞല്ലോ മെനാർക്കെ പീരീഡ് മുതൽ മെനോപോസ് വരെ അവളുടെ ലൈഫിനകത്ത് ഒരു ഭയങ്കര ചേഞ്ചസ് ആണ്, അവരുടെ ഫിസിക്കൽ ആൻഡ് എന്താ പറയാ മെന്റൽ എല്ലാ രീതിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അത് യുണിക് ചേഞ്ചസുകൾക്ക് വിധേയമാണ്. അപ്പൊ ഉണ്ടാകുന്ന ചില ഡിസീസസ് അതിനെ ഒക്കെ ക്യൂർ ചെയ്യുന്നതാണ് ഗൈനക്കോളജിയിൽ. മനസ്സിലായോ? റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ നേരിട്ടോ നേരിട്ടല്ലാതെയോ ഒക്കെ ബാധിക്കാവുന്ന ചില പ്രശ്നങ്ങളൊക്കെ ക്യൂർ ചെയ്യുന്നതാണ് ഗൈനക്കോളജി. ഇവിടെ അതല്ല, ഇവിടെ അസുഖങ്ങളല്ല. അതായത് നമ്മൾ പ്രധാനമായിട്ടും മദറിന് അമ്മയ്ക്കും ചൈൽഡിനും ഒരുപോലെ കെയർ കൊടുക്കുക. അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോ തുടക്കം മുതൽ, അതായത് പെൺകുട്ടി പ്രഗ്നന്റ് ആണ് എന്നുള്ള ആ ഒരു എന്താ പറയാ ആ കാര്യം അറിഞ്ഞു കഴിയുന്ന അപ്പൊ തുടങ്ങി ആഫ്റ്റർ ചൈൽഡ് ബർത്ത് വരെയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ എന്തൊക്കെ വേണ്ടത്, ചികിത്സ പ്രസവത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒത്തിരി ചികിത്സകളൊക്കെ കൊടുക്കേണ്ടിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ എന്താ പറയാ വളർച്ച കുറവൊക്കെ പ്രഗ്നൻസി ടൈമിലൊക്കെ തന്നെ ഉണ്ടാകുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴൊക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കും. ചില ആളുകൾ അങ്ങനെ കൂടുതൽ ബോധേഡ് ആണ് അതിനെ കുറിച്ചിട്ട്. അപ്പൊ അത്തരം ആളുകൾക്ക് ചിലപ്പോൾ അവർക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കും, പേടിയായിരിക്കും ഇങ്ങനെ ഫസ്റ്റ് ഒക്കെ ആ ഒരു എക്സ്പീരിയൻസ് ആകുമ്പോ അല്ലെ. അപ്പൊ അവർക്ക് ഒത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വിഭാഗത്തിൽ സ്പെഷ്യൽ കെയർ ഒക്കെ കൊടുക്കുന്നതാണ്. അതിനുവേണ്ടിയുള്ള സ്പെഷ്യൽ മെഡിസിൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ART അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മെൻ ആൻഡ് വിമൻ. ഈ ഒരു ടെക്നിക് ഉപയോഗിച്ച് മെന്നിലും വിമനിലും ഉള്ള പലതരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഇൻഫെർട്ടിലിറ്റിയാണ്, വന്ധ്യതയ്ക്ക് കാരണങ്ങൾ കണ്ടെത്തി അവർക്ക് വെട്രോ ഫെർട്ടിലൈസേഷനിലൂടെ മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തതിനു ശേഷം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ വെട്രോ ഫെർട്ടിലൈസേഷൻ ആണ്, അതായത് നമ്മുടെ കൃത്രിമ ഗർഭധാരണം വരെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊടുക്കാം. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഒബ്സ്റ്റെട്രിക്സ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എംബ്രയോളജി, ഭ്രൂണശാസ്ത്രം. ഇത് നമ്മുടെ ഭ്രൂണം എന്ന് പറഞ്ഞാൽ അറിയാലോ, കുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കുഞ്ഞ് ആയി മാറുന്ന ഒരു സാധനം അതല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അതിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ആ ഒരു കുഞ്ഞുണ്ടാകാനുള്ള താമസം, അല്ലെങ്കിൽ വൈ എന്താ അതിന്റെ റീസൺസ് ഒക്കെ കണ്ടെത്തണമെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കേണ്ടി വരും. അത് കണ്ടെത്തിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടൈൽ ആക്കാൻ വേണ്ടി, ഇൻഫെർട്ടിലിറ്റിനെ ഫെർട്ടൈൽ ആക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ അത് എന്താ പറയാ വന്ധ്യത മാറ്റി അതിനെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവര് സ്റ്റെപ്സ് ഒക്കെ എടുക്കുന്നത് അത് പഠിച്ചതിന് ശേഷം മാത്രമാണ്. വേഗമൊന്നും എല്ലാവർക്കും ഒരേ റീസൺ കൊണ്ടായിരിക്കില്ല. മനസ്സിലായോ? ഒരേ റീസൺ കൊണ്ടായിരിക്കില്ല എല്ലാവർക്കും ഈ പറയുന്ന കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥ. പലർക്കും പല റീസൺസ് ആയിരിക്കും. അപ്പൊ അതൊക്കെ കണ്ടെത്തണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി സ്റ്റഡീഡ്. അത് പഠിക്കണം, അതിന് വേണ്ടിയിട്ടാണ്.
അതിനെയാണ് എംബ്രിയോളജി സർവീസസ് വിളിക്കുക. നെക്സ്റ്റ് വൺ ന്യൂറോളജി ആണ്. നൗ ഹിയർ നമുക്കറിയാം ന്യൂറോളജി ഇറ്റ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഡീൽസ് വിത്ത് ദ ഹ്യൂമൻ നെർവസ് സിസ്റ്റം അല്ലെ. ഹ്യൂമൻ നെർവസ് സിസ്റ്റവുമായിട്ട് മനുഷ്യരുടെ അതായത് നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാഡീവ്യവസ്ഥകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ന്യൂറോളജി എന്ന് പറയുന്നത്. ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് ദ ഡോക്ടേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ദ പേഷ്യൻസ് പ്രോബ്ലംസ്. അവരുടെ എന്താ പറയാ ഈ പറയുന്ന വിഭാഗത്തിലേക്ക് വരുന്ന പേഷ്യൻസിനെ അവര് കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു മേക്ക് ആൻ ഇൻവെസ്റ്റിഗേഷൻ അബൌട്ട് ദ പേഷ്യൻസ്. ഈ പേഷ്യൻസിനെ കുറിച്ച് ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അതായത് വന്നിരിക്കുന്ന പേഷ്യൻസിനെ ഒറ്റ നോട്ടത്തിൽ അവരുടെ രോഗം എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു പ്രത്യേക രീതിയിലാണ് അവര് മനസ്സിലാക്കുന്നത്. സോ ദേ ഹാവ് ടു മേക്ക് ഇൻവെസ്റ്റിഗേഷൻ അബൌട്ട് ദ ബ്രെയിൻ ആൻഡ് ഓൾസോ ദ സ്പൈനൽ കോഡ്. അതായത് നമ്മളുടെ നെർവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻസ് ആണ് ബ്രെയിൻ ആൻഡ് നമ്മുടെ സ്പൈനൽ കോഡ്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള പ്രോബ്ലംസ് അതിനെ എന്തെങ്കിലുമൊക്കെ എഫക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഡോക്ടേഴ്സ് കണ്ടുപിടിക്കണം പേഷ്യൻസിന്റെ. ആൻഡ് ബൈ ഡൂയിങ് ദിസ് ഇങ്ങനെ അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ന്യൂറോളജിസ്റ്റ് ദാറ്റ് മീൻസ് ദ സ്പെഷ്യലിസ്റ്റ് ഹു ഹാൻഡിൽസ് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന അവരെയാണ് നമ്മൾ ന്യൂറോളജിസ്റ്റ് എന്ന് വിളിക്കാം. ആൻഡ് ദിസ് ന്യൂറോളജിസ്റ്റ് ഹാവ് ടു എക്സാമിൻ ദ പേഷ്യൻസ്. അതായത് പേഷ്യന്റിനെ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും റെഫർ ചെയ്ത് വരുന്നതോ മറ്റേതെങ്കിലും ഫിസിഷ്യൻസിന്റെ അതായത് ജനറൽ മെഡിസിൻസ് ഒക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ആ എന്തെങ്കിലും അസുഖങ്ങൾ മാറാതെ വരുമ്പോഴാണ് ചിലപ്പോൾ അത് നെർവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട അസുഖമായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഫിസിഷ്യൻസ് എന്ത് ചെയ്യും, ദേ മേ റെഫർ ദീസ് പേഷ്യൻസ് ടു ന്യൂറോളജി. അവര് നമ്മളുടെ ന്യൂറോളജിയിലേക്ക് ചിലപ്പോൾ റെഫർ ചെയ്യും പേഷ്യൻസിനെ. ആൻഡ് വെൻ ദിസ് പേഷ്യൻസ് ആർ കമ്മിങ് ഫ്രം ദിസ് അതർ ഡിപ്പാർട്ട്മെന്റ്സ്, മറ്റ് ഏതെങ്കിലും ഫിസിഷ്യൻസ് ഒക്കെ റെഫർ ചെയ്ത സ്ഥലത്ത് നിന്നൊക്കെ വരുന്ന പേഷ്യൻസ് ബോത്ത് ഇൻ പേഷ്യന്റ് ആകാം ഔട്ട് പേഷ്യന്റ് ആകാം. അങ്ങനെ വരുമ്പോഴേ എന്താ ചെയ്യാന്ന് വെച്ചാൽ ന്യൂറോളജിസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ദേ മേക്ക് സം ഫിസിക്കൽ എക്സാമിനേഷൻസ് ഓഫ് ദ പേഷ്യന്റ്. ആദ്യം തന്നെ ഒരു അടിമുടി ഒരു രോഗിയുടെ അതായത് പേഷ്യന്റിന്റെ ഫിസിക്കലായിട്ട് അതായത് ശാരീരികമായിട്ടുള്ള ഒരു പരിശോധന നടത്തുന്നു. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു അപ്പൊ ആ ശാരീരിക പരിശോധന നടത്തുമ്പോൾ നെർവ് സിസ്റ്റം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ നാഡീവ്യവസ്ഥകളൊക്കെ സംബന്ധിച്ച് ഒരുമിച്ച് അതിന്റെ ഒരു പരിശോധനകൾ നടത്തുന്നു. ആൻഡ് ഓൾസോ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസ് ആൾസോ മെയ്ഡ് ബൈ ദ ന്യൂറോളജിസ്റ്റ്. ഇവര് ഒരു ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസ് കൂടി ഈ പേഷ്യന്റിന്റെ അസസ് ചെയ്യുന്നു. ആൻഡ് എന്തൊക്കെയാണ് ന്യൂറോളജിക്കൽ അസസ്മെന്റ് അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ എക്സാമിനേഷനിൽ പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേഷ്യന്റിന്റെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, മോട്ടോർ സ്ട്രെങ്ത്, പിന്നെ സെൻസേഷൻ റിഫ്ലക്സസ്, കോർഡിനേഷൻ, ഡയറ്റ് അവരുടെ നടത്തം. അതായത് ഒരു പേഷ്യന്റിന്റെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവര് ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നതിന്റെ ഉൾപ്പെടെ അതിന്റെ കൂടെ തന്നെ ചില മറ്റ് അസസ്മെന്റുകളും കൂടി ആ പേഷ്യന്റിനെ സംബന്ധിച്ച് നടത്തുന്നു. ആര്? ന്യൂറോളജിസ്റ്റ്. അതെന്തൊക്കെയാണെന്നാ പറഞ്ഞത്? പേഷ്യന്റിന്റെ ഫസ്റ്റ് വൺ പേഷ്യന്റിന്റെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ആണ്. അതായത് വൈജ്ഞാനികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പരിശോധിക്കും. നമുക്കറിയാലോ നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ സിറ്റുവേഷൻസിൽ ഹൗ വി റെസ്പോണ്ട് ടു ഇറ്റ്. നമുക്ക് ഒരു പ്രത്യേക സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഒരു ആക്ട് ചെയ്യേണ്ട സാഹചര്യത്തില് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കോമൺ സെൻസ് നമുക്കുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു കോമൺ സെൻസ് ഉണ്ടാകുന്നത്? കാരണം നമ്മുടെ ബ്രെയിൻ അതനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ വൈജ്ഞാനികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് എന്താണ് ആ പർട്ടിക്കുലർ കാര്യത്തിൽ പെട്ടെന്ന് എന്ത് ആക്ഷൻ എടുക്കണ്ടേ എന്ന് പറയാൻ പറ്റും. വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ വലിയ സയന്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും എന്താ പറയാ ടെസ്റ്റുകൾ നടത്തണം, അതിന്റെ എന്താ പറയാ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്ന കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ കോമൺ ആയിട്ട് ഒരു കോമൺ മാനിന് ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന പല ആക്ടിവിറ്റീസും പല സിറ്റുവേഷൻസിലും നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ഹൗ വി റിയാക്ട് ടു ഇറ്റ്, നമ്മൾ എങ്ങനെയാണ് അതിനൊരു പ്രതികരണമായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡിലൂടെയൊക്കെ നടക്കുകയാണ്. അപ്പൊ നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ ചിലപ്പോ എന്താ പറയാ ഈ ബ്രെയിനിന്റെ ഒരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടും. അതായത് നമ്മൾ റോഡിന്റെ നടുവിൽ കൂടി നടക്കാന്ന് വിചാരിക്കുക. അതായത് വലിയ റോഡ് എന്താ പറയാ ബസ്സും വാഹനങ്ങളൊന്നും വരാത്ത വെഹിക്കിൾസ് ഒന്നും അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പേസ് യൂസ് ചെയ്തൊക്കെ നടന്നു. വിശാലമായി കിടക്കുന്ന റോഡാണെന്ന് വിചാരിച്ച് നമ്മൾ റോഡിന്റെ നടുവിലെ കൂടിയൊക്കെ നടക്കുകയാണ്. ആൻഡ് വെൻ എ വെഹിക്കിൾ കംസ് ഓപ്പോസിറ്റ് ടു അസ്, നമ്മളുടെ ഓപ്പോസിറ്റിൽ കൂടിയോ ബാക്കിൽ കൂടി എവിടെ കൂടിയോ വരട്ടെ ഒരു വെഹിക്കിൾ വരികയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ ഒരു സൈഡിലേക്ക് നീങ്ങും അല്ലെ? പെട്ടെന്ന് നീങ്ങുന്നത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക്. ബിക്കോസ് അത് നമുക്ക് രണ്ടു കൂട്ടർക്കും, എനിക്കും ഡിസ്റ്റർബൻസ് ആകണ്ട, ആ വാഹനം ഓടിച്ചു വരുന്ന ഡ്രൈവർക്കും ഡിസ്റ്റർബൻസ് ആകണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ പെട്ടെന്ന് മൂവ് ചെയ്യും. എങ്ങനെയാണ് ആ ഒരു മൂവ്മെന്റ് നടക്കുന്നത്?
എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ മൂവ് ചെയ്തു ആൻഡ് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. ദ ബ്രെയിൻ ഗീവ്സ് സിഗ്നൽ ടു അവർ ലെഗ്. നമ്മുടെ കാലിലേക്ക് ഒരു ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിൻ പാസ് ചെയ്യും. നീ എന്ത് ചെയ്യണം, അവിടെ എതിരെ വാഹനം വരുന്നുണ്ട്, നീ സൈഡിലേക്ക് നീങ്ങിയാൽ അങ്ങോട്ട് നേരെ പോകാൻ പറ്റുള്ളൂ. അത് വന്ന് നിന്നെ ഇടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആള് കേട്, ബസ്സിനൊരു കേടും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അതുകൊണ്ട് നീങ്ങാനുള്ള ഇൻഫർമേഷൻ നമ്മുടെ കാലുകളിലേക്ക് പാസ് ചെയ്യും. അപ്പൊ ആ കാല ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. അത് പാസ് ചെയ്ത് വന്ന് അപ്പൊ അത് ആടി തൂങ്ങി നമ്മൾ മാറുകയാണോ ചെയ്യണേ? അല്ല, ഒത്തിരി സമയമൊന്നും എടുക്കുന്നില്ല. നമ്മൾ അത് കാണുന്ന അതേ സെക്കൻഡിൽ തന്നെ ഒരു സമയം പോലും പാഴാക്കാതെയാണ് നമ്മുടെ കാലുകൾ അങ്ങോട്ടേക്ക് നീങ്ങുന്നത്. അത് നമ്മുടെ ബ്രെയിൻ ഒക്കെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾ, നമ്മുടെ ബുദ്ധിപരമായ കാര്യങ്ങൾക്കൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു വ്യക്തി അങ്ങനെ സ്വാഭാവികമായിട്ട് ചെയ്യും, അല്ലെ? നാച്ചുറൽ ആയിട്ട് അങ്ങനെയാണ് ഉണ്ടാകുക. അതേസമയം ഇഫ് ദ ബ്രെയിൻ ഈസ് നോട്ട് വർക്കിംഗ് വെൽ, നമ്മുടെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ആകെ തകരാറിലായി കിടക്കുകയാണെന്ന് വിചാരിക്കാം. അത്തരം ആളുകൾ, ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് ഇത് പറഞ്ഞത്, എല്ലായ്പ്പോഴും അങ്ങനെ കാണിക്കുന്നതല്ല. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, അതുപോലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഹൗ വി റിയാക്ട് ടു ഇറ്റ്, അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കാം, ആ ഒരു പ്രതികരണം നമുക്ക് തരുന്നത് നമ്മൾക്ക് കിട്ടുന്ന സിഗ്നൽസിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ബ്രെയിനിൽ നിന്ന് ഒരുപാട് സിഗ്നൽസ് നമ്മുടെ പല അവയവങ്ങളിലേക്കും ഒക്കെ എത്തുന്നുണ്ട്. അതനുസരിച്ചിട്ട് നമ്മൾ ഓരോ, ഇപ്പൊ കൈയും കാലും എടുക്കണോ, അല്ലെങ്കിൽ കാല് കൊണ്ട് നീങ്ങുന്നോ, അല്ലെങ്കിൽ കൈ കൊണ്ട് എന്തെങ്കിലും എവിടെയെങ്കിലും അടച്ചു വെക്കണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും തൊടണോ എന്നൊക്കെ നമുക്ക് ഒരു ഇൻഫർമേഷൻ തരുന്നത് എന്താണ്, നമ്മളുടെ ഈ ബ്രെയിനിൽ നിന്നുള്ള ആക്ടിവിറ്റീസ് ആണ്, അല്ലെ? ബ്രെയിനിന്റെ ആ ഒരു പ്രവർത്തനം കൊണ്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഒരു പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കുന്ന ചില സമയങ്ങളുണ്ടാവും. ചിലർക്ക് ആ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ഒക്കെ കൃത്യമായിട്ട് നടക്കാത്ത ചില അസുഖങ്ങൾ കൊണ്ടാണ്, ആ ഒരു എന്താ പറയാ നെർവ് സിസ്റ്റത്തിന്റെ എന്തെങ്കിലും അപാകതകൾ കൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടാകുക. അപ്പൊ എന്ത് ചെയ്യണം, ഹോസ്പിറ്റൽസിൽ വരുന്ന ഇത്തരം പേഷ്യൻസിനെ നോക്കുമ്പോൾ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും തകരാറുകൾ ആയതുകൊണ്ടാകാം ഈ പേഷ്യന്റിന് എന്തെങ്കിലും ഡിസീസസ് ഉള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് they have to examine or they have to assess the cognitive function of the patient. പേഷ്യന്റിന്റെ ആ വൈജ്ഞാനികമായ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. രണ്ടാമത് എന്താ പിന്നെ പരിശോധിക്കേണ്ടത്? മോട്ടോർ സ്ട്രെങ്ത് ആണ്. എന്താ മോട്ടോർ സ്ട്രെങ്ത്? വന്ന വാഹനത്തിന്റെ ആരോഗ്യമാണോ, അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് ആണോ? അല്ല, മോട്ടോർ വെഹിക്കിളോ അല്ല. ഇവിടെ മോട്ടോർ സ്ട്രെങ്ത് ആണ്. ദാറ്റ് മീൻസ് ദ മസിൽ സ്ട്രെങ്ത് ഓഫ് ദ പേഷ്യന്റ്. ആ വന്നിരിക്കുന്ന പേഷ്യന്റിന്റെ മസിൽ സ്ട്രെങ്ത് എങ്ങനെയാണെന്ന്, ആളുമായിട്ട് പറ്റി കുസ്തി നടത്തിയിട്ടാണോ സ്ട്രെങ്ത് പരിശോധിക്കുക? അല്ല, തീർച്ചയായിട്ടും ഒരു പേഷ്യന്റിന്റെ മസിൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഈ ജോയിന്റുകളുടെ ഒക്കെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കേണ്ടതും ആ ഒരു ന്യൂറോളജിസ്റ്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ബിക്കോസ് ആളുടെ ഈ മസിൽസ് നമുക്കറിയാലോ, നമ്മുടെ കൈയുടെ ഈ എന്താ പറയാ ആംസ്, അല്ലെ, അവിടെ ഇവിടെ ആയിട്ട് ഒരു മസിൽസ് ഉണ്ട്. അതുപോലെ കൈയുടെ ഷോൾഡറിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു മസിൽ ഉണ്ട്. കാലുകൾക്കും ഉണ്ട്, അല്ലെ? നമ്മുടെ മുട്ടിന്റെ ബാക്ക് സൈഡിൽ ഒരു മസിൽ ഉണ്ട്, രണ്ട് കാലിലും ഉണ്ടാകുമല്ലോ. അങ്ങനെ മസിൽസും ജോയിന്റ്സും ഒക്കെ ഉള്ള ഭാഗത്ത് അത് ഹൗ ഇറ്റ് ഈസ് മൂവിങ്, അതിന്റെ മൂവ്മെന്റ് പരിശോധിക്കുക. അതിനെയാണ് നമ്മൾ മോട്ടോർ സ്ട്രെങ്ത് പരിശോധിക്കുക എന്ന് പറയാം, എക്സാമിൻ ചെയ്യാന്ന്. ഇതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വന്നിരിക്കുമ്പോ എന്താ പറയാ പേഷ്യന്റിനെ ചിലപ്പോ ചുമരിലൊക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടേ, കൈ ഇങ്ങനെ ചുമരിൽ പ്ലേസ് ചെയ്തിട്ട് അത് വെച്ചൊന്ന് ഇങ്ങനെ പുഷ് ചെയ്യാൻ. ആൻഡ് they can identify whether the muscle and joints are moving towards that push or pull. അങ്ങനെ നമ്മൾ പുഷ് ചെയ്യുന്നത് കൊണ്ട് ഏത് രീതിയിലാണ് ആ ജോയിന്റുകൾ അല്ലെങ്കിൽ മസിലൊക്കെ മൂവ് ചെയ്യുന്നതെന്ന് ആദ്യം കൂടി അവർക്ക് നോക്കാൻ പറ്റും. മനസ്സിലായോ വന്നിരിക്കുന്ന പേഷ്യന്റിന്റെ? അപ്പൊ ആ മൂവ്മെന്റുകൾ കറക്റ്റ് ആണെങ്കിൽ, പക്ക ആണെങ്കിൽ കുഴപ്പമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ചിലരുടെ ജോയിന്റുകൾ മൂവ് ചെയ്യുന്നുണ്ട്, ബട്ട് മസിൽസ് മൂവ് ചെയ്യുന്നുണ്ടാവില്ല. ചിലർക്ക് മസിൽ മൂവ്മെന്റ് ഉണ്ട്, ജോയിന്റ് മൂവ്മെന്റുകൾ ഉണ്ടാവില്ല. അപ്പൊ അവിടെ ഉണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ കൈയുടെ അങ്ങനെ നോക്കുന്നു. പിന്നെ കാലിന്റെ നോക്കണമെങ്കിൽ കാല് വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും കാണിപ്പിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ അവർക്ക് they can observe whether the muscle is moving, മസിൽ മൂവ്മെന്റ് ഉണ്ടോ എന്ന് അങ്ങനെ നോക്കാം. ഈ മൊത്തം 5 രീതിയിലുള്ള മൂവ്മെന്റുകളാണ് നോക്കണം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നിന്നൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ മോട്ടോർ സ്ട്രെങ്ത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പേഷ്യന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആക്ടിവിറ്റീസ് എന്താണെന്ന്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്, കൈ ഇങ്ങനെ ചുമരിൽ എവിടെയെങ്കിലും പ്രസ് ചെയ്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ, മൂവ് ചെയ്യുമ്പോൾ, ബാക്ക്വേർഡ് ഫോർവേഡ് മൂവ് ചെയ്യുമ്പോൾ ആ മസിൽസിന്റെ മൂവ്മെന്റുകൾ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് നോക്കുക. അതിനെ മസിൽ സ്ട്രെങ്ത് എന്നും വിളിക്കാറുണ്ട്, മോട്ടോർ സ്ട്രെങ്ത് എന്ന് മാത്രമല്ല മസിൽ സ്ട്രെങ്ത് എന്നും അതിന് പറയുന്നുണ്ട്. അത് പരിശോധിക്കുക. സെൻസേഷൻ റിഫ്ലെക്സസ്, എന്താ സെൻസേഷൻ? അതായത് സ്പർശന ശേഷി, തൊടുമ്പൊക്കെ മനസ്സിലാവണ്ടോ, അത് തൊടുന്ന സ്ഥലത്ത് ആൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ? ചിലർക്ക് തൊടുന്ന ഇവിടെ തൊട്ടതായിട്ടൊക്കെ തോന്നില്ല. സ്പർശന ശേഷിയില് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാകാം. അതൊക്കെ ഈ പറയുന്ന നെർവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ നടക്കാതിരിക്കുന്നത്. പിന്നെ എന്താണ് പറയാ, കോർഡിനേഷൻ. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏകോപനം. എന്താ ഏകോപനം?
അതായത് ഇപ്പൊ അതും ഒരു പരിശോധന ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. പേഷ്യന്റിനോട് ചിലപ്പോ ഇന്നലെയൊക്കെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ കാര്യങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ അതൊന്ന് ഓർഡർ ആയിട്ട് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാം. ഒരു ദിവസം ചെയ്ത ആക്ടിവിറ്റീസ്, പ്രധാനമായിട്ട് ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെ മറന്നു പോകാതെ എല്ലാം കറക്റ്റ് ആയിട്ട് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറയുക അല്ലെ. ഇപ്പൊ കൊച്ചുകുട്ടികളെ കൊണ്ടൊക്കെ നമ്മൾ അവരുടെ ആ ഒരു എന്താ പറയാ ഓർമ്മശക്തിയും അവരുടെ കോർഡിനേഷനും ഒക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്ന ചെറിയ ഗെയിം പോലെയുള്ള കളികളൊക്കെ ഉണ്ട് അല്ലെ. കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ടേബിളിൽ നിരത്തി വെച്ചിട്ട്, അത് കുട്ടികളുടെ ഏജ് അനുസരിച്ചിട്ടാണ്. കുറെ സാധനങ്ങൾ എന്താ പറയാ നിരത്തി വെച്ചിട്ട് അവരോട് അതൊന്ന് നോക്കാൻ പറയുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മളത് എന്തെങ്കിലും വെച്ച് കവർ ചെയ്യുന്നു. ആൻഡ് എന്തൊക്കെയാണ് അത് കണ്ടതെന്നൊന്ന് നമ്പർ ഇട്ട് പറയാമോ. ഇപ്പൊ 10ഓ 20ഓ സാധനങ്ങൾ കൊണ്ടു വെച്ചിട്ട് അതിൽ നിന്ന് എത്ര അവർക്ക് അത് ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നുണ്ട്. കുറച്ച് സമയം അവർക്ക് അത് നോക്കാനായിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യാനുള്ള സമയം കൊടുക്കുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ അവരെ കൊണ്ട് അത് കൂടിയിട്ടത് എന്തൊക്കെയാണ് കണ്ടതെന്ന് ഓർത്തെടുത്ത് ഇതിന് എത്ര സമയം കൊണ്ട് അവരത് പറഞ്ഞെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു കോർഡിനേഷൻ രീതികളാണ്. അപ്പൊ അതുപോലെ പേഷ്യന്റിന്റെയും ഇതുപോലെ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസീസസ് ഉള്ളവരാണെങ്കിൽ ദേ ക്യാൻ നോട്ട് കോർഡിനേറ്റ്. ഇതുപോലുള്ള കോർഡിനേഷൻസ് ഏകോപിപ്പിച്ച് കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയാന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള പേഷ്യൻസിന്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു എക്സാമിൻ ദ ജാറ്റ് ഓഫ് ദ പേഷ്യന്റ്. അവരെ നടത്തി നോക്കുക, ആ നടത്തത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പൊ ഇതൊക്കെ എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ് ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ന്യൂറോളജിസ്റ്റ് ഹാസ് ടു എക്സാമിൻ ഓർ അസസ് ഓൾ ദീസ് ഫങ്ഷൻസ്: കോഗ്നിറ്റീവ് ഫങ്ഷൻ, മോട്ടോർ സ്ട്രെങ്ത്, സെൻസേഷൻ റിഫ്ലക്ഷൻ, കോർഡിനേഷൻ ആൻഡ് ഓൾസോ ജൈറ്റ്. ഇതൊക്കെ നോക്കി പരിശോധിച്ചിട്ടാണ് ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, എന്താണ് അസുഖത്തിന്റെ കാരണങ്ങൾ ഒക്കെ കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ന്യൂറോളജിസ്റ്റ് ഡു നോട്ട് പെർഫോം സർജറി. ഇനി ഈ പറയുന്ന നെർവ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും മെഡിസിൻസിലൂടെ മാത്രമല്ല സർജറീസിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ബട്ട് ന്യൂറോളജിസ്റ്റ് വിൽ നോട്ട് പെർഫോം ദ സർജറീസ്. ഇതിനകത്ത് വരുന്ന പേഷ്യൻസിനെ സർജറി ചെയ്യുന്നത് ന്യൂറോളജിസ്റ്റുകളായിരിക്കില്ല. അപ്പൊ ആരായിരിക്കും? അപ്പൊ സർജറി ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ വിഭാഗമാണ് ന്യൂറോ സർജൻ വിൽ ഹാൻഡിൽ ദ സർജറി പ്രൊസീജിയേഴ്സ്. ന്യൂറോ സർജൻ ആയിരിക്കും അതിന് വേണ്ടിയിട്ട് ന്യൂറോളജിസ്റ്റുകളുടെ ന്യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാകുന്ന സർജറീസ് ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യേണ്ടത് ന്യൂറോളജിസ്റ്റ് അല്ല, ന്യൂറോ സർജൻ ആണ് എന്നുള്ള കാര്യം ഓർക്കാം. ജാറ്റ് മീൻസ് നടത്തം എന്നാണ്. നടത്തം എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ നടത്തി നോക്കും. പേഷ്യന്റിനെ നോക്കുന്ന സമയത്ത് പേഷ്യന്റിനോട് പതുക്കെ നടക്കൂ എന്നൊക്കെ പറയുന്നത് ഡോക്ടേഴ്സ്. അപ്പൊ ആ നടത്തത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, ഇതൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ന്യൂറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓടി അങ്ങോട്ട് വരുമ്പോ തന്നെ നെർവ് സംബന്ധമായിട്ടുള്ള രോഗമാണ്, എങ്ങനെ മനസ്സിലാക്കും നെർവ് സംബന്ധമായ രോഗമാണ്, അത് സ്പൈനൽ കോഡിനെയോ ബ്രെയിനിനെയോ ഒക്കെ ബാധിച്ചിരിക്കുന്ന ഡിസീസസ് ആണെന്ന് ഹൗ ക്യാൻ ദേ അണ്ടർസ്റ്റാൻഡ്? മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഇത്തരം എക്സാമിനേഷൻസ്, ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നു, ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസ് നടത്തുന്നു, ഒക്കെയാണ് ചെയ്യുക. ആൻഡ് ദേ പ്രൊവൈഡ് ട്രീറ്റ്മെന്റ്. അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകളായിരിക്കും ന്യൂറോളജിയിൽ പ്രൊവൈഡ് ചെയ്യുക. മനസ്സിലായോ എന്താണെന്ന്? ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മനസ്സിലൊന്ന് വായിച്ചു നോക്കാം പെട്ടെന്ന്. മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും പോയിന്റോ എന്തെങ്കിലും വേർഡോ? മനസ്സിലായില്ല? മനസ്സിലായോ? ഇവിടെ ആരും ഒന്നും റെസ്പോണ്ട് ചെയ്തില്ലല്ലോ. ഓക്കെ. ജയറ്റ് എന്ന് പറഞ്ഞ നടത്തം. എന്തെങ്കിലും പോയിന്റ് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കാട്ടാ. ഓക്കെ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി. ന്യൂറോളജിയും നെഫ്രോളജിയും ഒന്നല്ല കേട്ടോ. സ്പെല്ലിങ്ങിൽ ചെറിയ എന്നൊക്കെ തുടങ്ങുമ്പോ ചിലര് പെട്ടെന്ന് അത് ആണെന്ന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ന്യൂറോളജി ഈസ് നെർവ് സിസ്റ്റത്തെ ബാധിക്കുന്ന ഡിസീസസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നെഫ്രോളജി ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഫോക്കസ് ഓൺ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ്
the diseases which affect our kidney, അല്ലെ, നമ്മുടെ കിഡ്നിയെ സംബന്ധിക്കുന്ന പല രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി. ആൻഡ് ഇതിനകത്ത് എന്താ പറയാ, ഇൻക്ലൂഡിങ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്, അതായത് നമ്മുടെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ കൂടാതെ അതിനൊപ്പം തന്നെ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്നും പറയാം, അത് പിന്നെ എന്താ പറയാ ഹൈപ്പർ ടെൻഷൻ, ഇതും ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് നെഫ്രോളജി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ റിനൈൽ എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ, ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ഒക്കെ എന്താണെന്ന് പറഞ്ഞുതരാം. ഇൻക്ലൂഡിങ് റിനൈൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. എന്താ റിനൈൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കിഡ്നി മാറ്റിവെക്കൽ, വൃക്ക മാറ്റിവെക്കൽ തെറാപ്പീസ് ആണ് കേട്ടോ. അതിനകത്ത് ഇൻക്ലൂഡിങ് ഡയാലിസിസ്, നമുക്കറിയാം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. നമ്മുടെ വൃക്ക സംബന്ധമായ കിഡ്നി സംബന്ധമായ രോഗങ്ങളുള്ള പേഷ്യൻസിനൊക്കെ എപ്പോഴെപ്പോഴൊക്കെ ഇങ്ങനെ ഡയാലിസിസ് ചെയ്യേണ്ടി വരും അല്ലെ, ബ്ലഡ് ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥകൾ വരാറുണ്ട്. ആൻഡ് ഓൾസോ ട്രാൻസ്പ്ലാന്റേഷൻസും ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നുണ്ട്, വിച്ച് ഇസ് ഡൺ ബൈ ദ നെഫ്രോളജിസ്റ്റുകളാണ് ആ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള, അപ്പൊ കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി. ആൻഡ് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ഓർ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കൂടി വരാറുണ്ട്. അതായത് എന്താണ് ഈ ഇലക്ട്രോലൈറ്റ് എന്താ പറയാ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇംബാലൻസ് എന്ന് പറയുന്നത്? ഈ ബാലൻസ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറയില്ലേ, നമ്മൾ ഇന്നത് ബാലൻസിലാക്കാൻ വേണ്ടി ബാലൻസിങ് മെഷീൻസ് ഒക്കെ നമുക്കറിയാം അല്ലെ, രണ്ട് സ്ഥലവും ഈക്വൽ ആകുക എന്ന് പറയും അല്ലെ, ബാലൻസ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ എന്താ പറയാ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇംബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പല സാധനങ്ങൾ, വൈറ്റമിൻസ് ആകാം, മിനറൽസ് ആകാം, പ്രോട്ടീൻസ് ആകാം, എന്ത് വാട്ടർ ലെവലൊക്കെ എല്ലാവരും ഒരു ബാലൻസ്ഡ്, ഷുഗർ അല്ലെ, അതുപോലെ എല്ലാം തന്നെ ഒരു നോർമൽ അളവിൽ നമ്മുടെ ശരീരത്തിൽ എല്ലാം വേണം, ഇൻക്ലൂഡിങ് തൈറോയിഡ് ഇതൊക്കെ നമുക്കറിയാലോ. ഇതൊക്കെ ഒരു നോർമൽ സ്റ്റേജിൽ വേണം, നോർമൽ ഒരു അളവുണ്ട് അതിന്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പൊ ചില അസുഖങ്ങളായിട്ട് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് ഷുഗർ ഒന്ന് നോക്കാം, പ്രഷർ ഒന്ന് നോക്കാം, തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്യാം എന്ന് പറയുന്നത്. എന്താ അതൊരു നോർമൽ, അതിന്റെ ഒരു യൂണിറ്റ് അവർക്ക് അറിയാം. ഒരു എത്ര ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണ് ഷുഗർ ലെവൽ വേണ്ടത്, അതിന്റെ മെഷർമെന്റ് അവർക്കറിയാം. അപ്പൊ ആ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് ആ ഒരു ലെവലിൽ നിന്നും താഴെ പോയാലും മോളിൽ പോയാലും എന്തായി, അപ്പൊ അത് അസുഖമായി. മനസ്സിലായോ? അപ്പൊ ഷുഗർ ഒരു നോർമൽ ലെവൽ എത്രയാണോ അതിന്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ യു ആർ എ ഷുഗർ പേഷ്യൻസ്. എന്ത് പറയും, നമ്മൾ ഷുഗർ പേഷ്യന്റ് ആണ്, കാരണം ആ പറയുന്ന ഷുഗർ ലെവൽ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ഇല്ല. ഇനി കൂടി പോയാലോ അപ്പോഴും എന്താണ്, വി ആർ എ ഷുഗർ പേഷ്യന്റ്, നമ്മൾ ഷുഗർ പേഷ്യന്റ് ആകും. അപ്പൊ അതൊക്കെ രോഗമായി മാറും. അപ്പൊ അതിനെയാണ് നമ്മൾ ഡിസ്റ്റർബൻസ് ആകുക അല്ലെങ്കിൽ ഇംബാലൻസ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ. ഇതുപോലെ ഷുഗറും കൊളസ്ട്രോളും അതുപോലെ എല്ലാ സാധനങ്ങളും ആവശ്യത്തിന് വേണം. നോർമൽ സ്റ്റേജിൽ നമുക്ക് എത്രയാണോ മെഷർമെന്റ് വേണ്ടത് അതനുസരിച്ച്. അതുകൊണ്ടാണ് നമ്മളുടെ ഫുഡൊക്കെ നമ്മളെപ്പോഴും കൺട്രോൾഡ് ആയിട്ട് ചെയ്യണം. എല്ലാ ഫുഡും എല്ലാ രീതിയിലുള്ള എല്ലാ ടൈപ്പ് ഓഫ്, നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ധാന്യങ്ങളായിക്കോട്ടെ, പച്ചക്കറികളായിക്കോട്ടെ, മീറ്റ്, ഫിഷ്, ഇങ്ങനെയുള്ള എല്ലാം നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭക്ഷണം മാത്രം നമ്മൾ എല്ലാ നേരവും കഴിച്ചുകൊണ്ടിരുന്നാൽ ശരിയാകുമോ? അതൊരു ശരിയായ ഒരു ഡയറ്റ് ആണോ? നമ്മുടെ എല്ലാ നേരവും നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക, അത് നമ്മളുടെ ശരീരത്തിന് നല്ലതാണോ? കൃത്യമായിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്, ഓവറായിട്ട് കഴിക്കുന്നില്ല. 3 നേരവും 4 നേരവും എത്രയാണോ ഇന്ന സാധനം തന്നെ, ഒരേ സാധനം തന്നെ നമ്മൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആണ്? തീർച്ചയായിട്ടും അല്ല എന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം നമ്മുടെ ശരീരത്തിലേക്ക് മാംസത്തിന്റെയും അതുപോലെ മത്സ്യത്തിന്റെയും എഗ്, പ്രോട്ടീൻസും മിനറൽസും ഒക്കെ ആവശ്യത്തിന് കിട്ടണമെങ്കിൽ ഇതെല്ലാം ഒരു ഫുഡിൽ നിന്ന് കിട്ടില്ല. സോ വി ഹാവ് ടു ഹാവ് എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മീൽസ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ പലതും നമ്മുടെ ഫുഡിൽ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പയർ കഴിക്കണം, പരിപ്പ് കഴിക്കണം എന്നൊക്കെ കുട്ടികളോടൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡൊക്കെ എപ്പോഴും മാറ്റി മറിച്ചൊക്കെ കഴിക്കുന്നത്. പക്ഷെ ഇതിങ്ങനെ കഴിക്കുമ്പോഴും അത് നമ്മളൊരു കൺട്രോൾഡ് ലെവലിലാണ് കഴിക്കുക. എന്തെങ്കിലും ഒരു സാധനം അധികമായിട്ടല്ല കഴിക്കുക, എല്ലാം ഒരു കൺട്രോൾഡ് ലെവലിൽ കഴിക്കുമ്പോൾ നമ്മൾ എന്താകും, എപ്പോഴും ഒരു ഹെൽത്തി പേഴ്സൺ ആയിട്ട് ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താകും, വി ബിക്കം അൺഹെൽത്തി. നമ്മളൊക്കെ അൺഹെൽത്തി ആകും, പേഷ്യന്റ് ആകും. പല സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നു, പല സാധനങ്ങൾ കുറവ് ഉപയോഗിക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ഈസ് സച്ച് ടൈപ്പ് ഓഫ് ഒരു ഡിസ്റ്റർബൻസ് ആണ്. എന്താ പറയാ, അതിന്റെ ഒരു കോസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ചില മിനറൽസ് ഉണ്ട്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് സോഡിയം, പൊട്ടാസ്യം ആണ്. ഇഫ് ദ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം അതിന്റെ അളവ് ഇഫ് ഇറ്റ് ഈസ് ടു ഹൈ ഓർ ടു ലോ, ഇറ്റ് ബിക്കംസ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്. ഈ സോഡിയം, പൊട്ടാസ്യം പോലെയുള്ള മിനറൽസ് നമ്മുടെ ശരീരത്തിൽ
അധികമാകുകയോ കുറഞ്ഞു പോവുകയോ ചെയ്യുമ്പോൾ ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് വിളിക്കുക. കിട്ടി എന്താണ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്? മനസ്സിലായോ? ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്താണെന്ന് മനസ്സിലായോ? ഏതെങ്കിലും തരത്തിലുള്ള മിനറൽസ്, സോഡിയം പൊട്ടാസ്യം ഇവിടെ എടുത്ത് പറയുന്നുണ്ട്, അത്തരം മിനറൽസ് ഇഫ് ഇറ്റ് ഈസ് ടു ഹൈ ഓർ ടു ലോ ഇൻ അവർ ബോഡി we say that such a situation is called electrolyte disturbance. അതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് വിളിക്കുക അല്ലെ. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു അസുഖം കൂടി ഈ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അത് ഈ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസുകളൊക്കെ വന്ന് അത് എന്താകാം, അതൊരു കിഡ്നി ഡിസീസസിന്റെ ഒരു സൈൻ, ഒരു അടയാളം, ഒരു സൂചനയായിരിക്കാം ഈ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് വരുന്നത് കൊണ്ട്. അപ്പൊ മനസ്സിലാക്കിക്കോളണം, ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളുടെ കിഡ്നിക്ക് ചില എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുന്നുണ്ട്, അതിന്റെ ഒരു കിഡ്നി രോഗത്തിന്റെ ഒരു അടയാളമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ. ആൻഡ് ഓൾസോ ഹൈപ്പർ ടെൻഷൻ. എന്താ ഹൈപ്പർ ടെൻഷൻ? ഇൻക്രീസ് ദ ബ്ലഡ് പ്രഷർ ആണ് ഹൈപ്പർ ടെൻഷൻ. HTN, HPN, HP എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ ഷോർട്ട് ആയിട്ട് പറയാം, ഹൈപ്പർ ടെൻഷന്. അപ്പൊ ഹൈപ്പർ ടെൻഷൻ അതെ, BP, ബ്ലഡ് പ്രഷർ, ഇഫ് ഇറ്റ് ഈസ് ടു ഹൈ, അതിന്റെ ഒരു പ്രത്യേക ലിമിറ്റ് ഉണ്ട്. ആൻഡ് ഇഫ് ഇറ്റ് ഗോസ് അപ്പ് മോർ ദാൻ ദാറ്റ് ലിമിറ്റ്, ആ ലിമിറ്റിന് കൂടുതലായി പോകുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും, അതിനെ BP എന്ന് വിളിക്കും അല്ലെ, ബ്ലഡ് പ്രഷർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കും. HT, HTN, HPN എന്നൊക്കെ അതിനെ ഷോർട്ട് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നെഫ്രോളജിയിൽ ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് റിലേ റിപ്ലേസ്മെന്റ് തെറാപ്പീസ് ആർ ഓൾസോ ഡൺ. ഈ വൃക്ക മാറ്റിവെക്കൽ എന്താ പറയാ പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട്, ഡയാലിസിസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ആൻഡ് ഓൾസോ നെഫ്രോളജിസ്റ്റുകൾ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് കിഡ്നീസ്, ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുക, നെഫ്രോളജിയിൽ. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? Okay, next one, nuclear medicine. Next department ആണ് nuclear medicine. And nuclear medicine is a medical department or it's a medical imaging. ഒരു ഇമേജിംഗ് രീതിയാണ് which use small amount of radio isotopes or radio accelerated ആയിട്ടുള്ള radio active ആയിട്ടുള്ള isotope materials is used to diagnosis and also to ascertain the severity of our diseases and to provide treatment. അതായത് നമ്മളുടെ രോഗത്തിന്റെ കാരണങ്ങളും അതിന്റെ നിവാരണവും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു ഇമേജിംഗ് മെഡിസിൻ ആണ്, ഇമേജിംഗ് ആണ്. അതായത് നമ്മളുടെ ശരീരത്തിലേക്ക് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് പാസ് ചെയ്ത് ശരീരത്തിനകത്തേക്ക് കടത്തി വിട്ടിട്ട് രോഗം എന്താണെന്ന് മനസ്സിലാക്കണം, രോഗത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കണം, ഇതിനു വേണ്ടിയിട്ട് എന്നിട്ട് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ആ ഒരു രോഗനിവാരണത്തിന് വേണ്ടി ഒരു ടെക്നോളജിയാണ് എന്ത് പറയാം, നമുക്ക് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ഇമേജിംഗ് ടെക്നോളജിയാണ്. അപ്പൊ എന്ത് ചെയ്യുന്ന പറയാമോ, ഈ റേഡിയോ ഐസോട്ടോപ്സ് നമ്മുടെ ശരീരത്തിലേക്ക് പാസ് ചെയ്ത് ഇത് പോകുന്ന വഴി കൂടിയൊക്കെ നമ്മുടെ ആ ഒരു ഓർഗൻസ് ഒക്കെ വ്യക്തമായിട്ട് കാണാം. എവിടെ, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഈ ഒരു സാധനവുമായിട്ട് ലിങ്ക് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ചെറിയ എന്താ പറയുക ഇൻസ്ട്രുമെന്റ്സ് അവർ ഉപയോഗിക്കുന്നുണ്ട് ഡോക്ടേഴ്സ്, സ്പെഷ്യലി അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സാധനം നമ്മുടെ ശരീരത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ അത് പോകുന്ന വഴിയിൽ ഏതൊക്കെ ഓർഗൻസിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ പണ്ടൊക്കെ, വളരെ പണ്ട് ഇത്തരം ടെക്നോളജീസ് ഒക്കെ ആകുന്നതിന് കുറെ മുമ്പൊക്കെ എങ്ങനെയായിരിക്കാം, നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, നമ്മുടെ പുറമേ കാണുന്ന ഓർഗൻസ് മാത്രമല്ലല്ലോ, ശരീരത്തിലെ അവയവങ്ങൾ മാത്രമല്ലല്ലോ നമുക്കുള്ളത്. മോർ ദാൻ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ആണ് കൂടുതലുള്ള ശരീരത്തിനകത്ത്. ഹാർട്ടിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്, വയറിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്തില്ല, ഇതിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഹൗ ക്യാൻ വി മേക്ക് ഔട്ട്, അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാം? അത് മനസ്സിലാക്കണമെങ്കിൽ പണ്ടൊക്കെ എങ്ങനെ ചെയ്തിരിക്കുക, ഇതിങ്ങനെ തീർന്നു മുറിച്ച് ഓപ്പറേറ്റ് ചെയ്ത് തുറന്ന് വെച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്തിരുന്നിരിക്കുക അല്ലെ. പക്ഷെ നവഡേയ്സ് ഇന്ന് ടെക്നോളജി ഹാസ് ഇംപ്രൂവ്ഡ്, സോ ഹൈ അല്ലെ, ഒത്തിരി വലുതായിട്ടുണ്ട് നമ്മുടെ ടെക്നോളജി, ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ഒത്തിരി മെഷീൻസ് ഇന്ന് എന്താ പറയാ നമുക്ക് ഡോക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പാകുന്ന ഒത്തിരി മെഷീൻസ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വലിയ കീറുമുറികളൊന്നും ആവശ്യമില്ല. ഇപ്പൊ വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ കീറുമുറിച്ച് വെച്ചിട്ടൊക്കെ വെറുതെ ആവില്ലേ. അപ്പൊ അതങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ദേ യൂസ് ദിസ് ഇമേജിംഗ് ടെസ്റ്റ്. ഇത്തരം ഇമേജിംഗ് ടെസ്റ്റുകളൊക്കെ
ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഇത് സാധാരണ ഇത്തരം ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾക്കാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ സം ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ശരീരത്തിന്റെ ഉള്ളിലുള്ള ഓർഗൻസിലെ പെട്ടെന്നൊന്നും നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം ഇമേജിംഗ് ടെസ്റ്റുകൾ ഉപയോഗിച്ച് they can identify cancers, heart disease, ഹാർട്ട് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ എൻഡോക്രൈൻ ബാധിക്കുന്ന, അതായത് നമ്മുടെ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഓർഗൻസിന് എന്തെങ്കിലും രോഗങ്ങളുണ്ടോ, എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് വരുന്ന ആ അവയവങ്ങളുണ്ടല്ലോ ഓർഗൻസ്, അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ന്യൂറോളജിക്കൽ നെർവ് സംബന്ധമായിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ടോ, പിന്നെ നമ്മുടെ ഏതൊക്കെ തരത്തിലുള്ള അബ്നോർമാലിറ്റീസ് വിതിൻ ദ ബോഡി, നമ്മുടെ ശരീരത്തിനകത്തുള്ള എന്ത് അബ്നോർമാലിറ്റീസും ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മെഡിസിൻ ആണ്, ഇമേജിംഗ് മെഡിസിൻ ആണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇതിനെ നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻസ്, റേഡിയോ ഫാർമാസ്യൂട്ടിക്കൽസ് എന്ന് പേര് പറയും കേട്ടോ. ന്യൂക്ലിയർ മെഡിസിൻ റേഡിയോ ഫാർമാസ്യൂട്ടിക്കൽസ്, ദാറ്റ് മീൻസ് റേഡിയോ ഐസോട്ടോപ്സ് പോലെയുള്ള ഒരുപാട് മെഡിസിൻസ് ഉണ്ട് അതിന്റെ, അതെല്ലാം കൂടി കളക്റ്റീവ്ലി ആണ്, ഒരുമിച്ച് പറയുന്ന പേരാണ് റേഡിയോ ഫാർമാസ്യൂട്ടിക്കൽസ്. And also the diseases which are treated in the using nuclear medicine. അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള രോഗങ്ങളാണ് കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ക്യാൻസർ, ലിംഫോമാസ്, ബോൺ പെയിൻ ആൻഡ് ഓൾസോ സം ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ്. ഇതൊക്കെയാണ് ഒരു നോക്കി മനസ്സിലാക്കി ഇതിനൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. പ്രധാനമായിട്ട് എക്സാമ്പിൾസ് പറഞ്ഞേക്കുന്ന ഡാഷ് ആർ ദ എക്സാമ്പിൾസ് ഫോർ യൂസ്ഡ് ഫോർ യൂസിങ് ന്യൂക്ലിയർ മെഡിസിൻ. ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, ഡിസീസസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ക്യാൻസർ, ലിംഫോമാസ്, ബോൺ പെയിൻസ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ്. എന്താണ് ഹൈപ്പർ തൈറോയിഡിസം? അത് മറ്റൊരു സാധനമാണ്. ഹൈപ്പർ ടെൻഷൻ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരെണ്ണമാണ്. തൈറോയിഡ് കൂടുന്നതോ കുറയുന്നതോ അവസ്ഥ ഏതാ? ഇൻക്രീസ് ഇൻ തൈറോയിഡ് ഓർ ഡിക്രീസ് ഇൻ തൈറോയിഡ്? വാട്ട് ഈസ് ഇറ്റ്? തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡിസം ഏതായിട്ട് വരും? ആർക്കും ഇല്ല തൈറോയിഡ് ആർക്കും ഇല്ല. തൈറോയിഡ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. തൈറോയിഡിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിലെ എല്ലാവരും ഒരു നോർമൽ ലെവലില് ബാലൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ വേണം. അത് കൂടിയും കുറഞ്ഞും പോയി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ ഡിസീസ്, അത് രോഗമായി മാറും. അപ്പൊ ഇവിടെ തൈറോയിഡ് ഇൻക്രീസ്, ദാറ്റ് മീൻസ് തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസേഴ്സ് മോർ തൈറോയ്ഡ് ഹോർമോൺസ്, കൂടുതൽ തൈറോയ്ഡ് ഹോർമോൺസ് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കും. ആ അവസ്ഥയെയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് വിളിക്കുക. അങ്ങനെ ഉണ്ടാകുന്നവർക്ക് മുടി കൊഴിച്ചിൽ, ഹെയർ ഫോള്, പിന്നെ ഹാൻഡ് ട്രമേഴ്സ്, കൈവറക്കല്, വെയിറ്റ് ലോസ്, അല്ലെ, ഭാരക്കുറവ് ഒക്കെ അനുഭവപ്പെടുന്നത് ഈ ഹൈപ്പർ തൈറോയിഡിസിന്റെ ലക്ഷണമാകാം. എല്ലാ വെയിറ്റ് ലോസ് വരുന്ന ആളുകൾക്കും ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഇതിന്റെ കാരണങ്ങളാകാം. മനസ്സിലായി? ഇതിന്റെയൊക്കെ ഒരു സിംറ്റംസ് ആണ്. ഓക്കെ. ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം, പിന്നെ ഏത് രോഗം? തൈറോയിഡ് ക്യാൻസർ. ചിലതൊക്കെ തൈറോയിഡുകൾ മാറി അത് ക്യാൻസർ സ്റ്റേജിലേക്കും പോകാറുണ്ട്. അപ്പൊ അതും ലിംഫോമാസ്. എന്താ ലിംഫോമാസ് എന്ന് പറയുന്ന? നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ്, നമ്മുടെ ബ്ലഡ് സെൽസിനെ ബാധിക്കുന്ന ഒരു തരം ക്യാൻസർ ആണ് ലിംഫോമാസ് എന്ന് വിളിക്കുന്നത്. അത് WBC. WBC എന്താ? വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് കേട്ടോ. നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസിനെ അഫക്ട് ചെയ്യുന്ന ക്യാൻസർ ആണ് ലിംഫോമാസ്. പിന്നെ ബോൺ പെയിൻ, അസ്ഥികൾക്കുണ്ടാകുന്ന വേദനകളും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ച് രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതും അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് എക്സാമ്പിൾസ് ആണ് മറക്കണ്ട. ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ക്യാൻസർ, ലിംഫോമാസ്, ബോൺ പെയിൻ ആൻഡ് ഓൾസോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ്. ആൻഡ് ഹൗ ദേ ഡയഗ്നോസിസ് ദിസ്? ഈ പറയുന്ന രോഗങ്ങളൊക്കെ എങ്ങനെ ഇവര് നിവാരണം ചെയ്യുന്നത്? ആൻഡ് ഇവിടെ ഇത് നിവാരണം ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് യൂസ് സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ്. ഇതിന് വേണ്ടിയിട്ട് അവരതിന് സ്പെഷ്യലായിട്ട് ഇവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ക്യാമറാസ്, ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഉപയോഗിച്ച് ഇവര് സാധനങ്ങളുടെ ഒക്കെ നമ്മുടെ ഓർഗൻസിന്റെ ഒക്കെ പൊസിഷൻസ് ഒക്കെ ക്യാമറയിൽ വന്നാലാ അത് നമുക്ക് കമ്പ്യൂട്ടേഴ്സിൽ പതിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ് അതിനോടൊപ്പം അവർക്ക് ഉണ്ടായിരിക്കും. ആൻഡ് അത് ഉപയോഗിച്ച് ദേ ക്യാൻ ട്രേസ്, റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ് കൂടി ഉപയോഗിച്ച് അവർക്ക് ട്രേസ് ചെയ്ത് എവിടെയാണ് രോഗം എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ. ആൻഡ് ഇന്ന് എന്താ പറയാ, ഇത് എങ്ങനെയാണ് കൂടുതലും മോസ്റ്റ് ഓഫ് ദ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് അഡ്മിനിസ്ട്രേർഡ് ബൈ ഈ പറയുന്ന ന്യൂക്ലിയർ മെഡിസിൻ, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ്, ദേ ആർ അഡ്മിനിസ്ട്രേർഡ് ബൈ. ഏത് രീതിയിലാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് നോക്കിയേ? ഇൻട്രാവീനസ്, നമ്മുടെ മറ്റേ കാനുല ഉപയോഗിച്ചിട്ടാണ്. ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻസിലൂടെയാണ് ഞരമ്പില് വെയിനില് IV വെച്ചിട്ട് അതിൽ കൂടി കടത്തി വിട്ടിട്ടാണ്, ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കണ്ടെത്തുക.
ഇന്റേണൽ പാർട്സ് ആയതുകൊണ്ട് അകത്തെ ഓർഗൻസിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിനുവേണ്ടി മാത്രം സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാമറാസ് ആണ്. നമ്മൾക്കറിയാലോ, നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൊബൈൽസ് യൂസ് ചെയ്യുന്നതാണ്. നമ്മളുടെ മൊബൈലുകളിലൊക്കെ എത്രയോ എന്താ പറയാ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് ക്യാമറാസ് ഉണ്ട്, ഫ്രണ്ട് ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ ഈ ക്യാമറാസ് നമുക്ക് അറിയാം, നമ്മൾ വലിയ പടമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ക്യാമറാസിൽ നിന്ന് ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാമറാസ് ആണ് നമ്മളുടെ മൊബൈലുകളിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനേക്കാൾ ചെറുതായിരിക്കണം, കാരണം ഇത് നമ്മുടെ ശരീരത്തെ ഈ പറയുന്ന സാധനത്തിലൂടെയൊക്കെ കടത്തിക്ക് വിടണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ പറയാ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാമറാസ് ആയിരിക്കും അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുക. ആൻഡ് ഇൻ മൊഡാലിറ്റീസ് നമ്മൾ ഇന്ന് മോഡേൺ ടൈപ്പിലുള്ള രണ്ട് അതുപോലെയുള്ള എന്താ പറയാ ന്യൂക്ലിയർ മെഡിസിൻസ് ഉപയോഗിക്കുന്നത് പ്രാബല്യത്തിലുള്ളത് ഒന്ന് സ്പെക്ട് ആൻഡ് മറ്റൊന്ന് പെറ്റ് ആണ്. സ്പെക്ട് ആൻഡ് പെറ്റ്, ആൻഡ് അതിന്റെ എക്സ്പാൻഡഡ് ഫോം സ്പെക്ട് സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫിയും രണ്ടാമത്തെ പെറ്റ് എന്ന് പറയുന്നത് പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫിയുമാണ്. രണ്ട് ഡിഫറെന്റ് മൊഡാലിറ്റീസ് ഇൻ ന്യൂക്ലിയർ മെഡിസിൻ. ന്യൂക്ലിയർ മെഡിസിനിലെ മൊഡാലിറ്റീസിന്റെ പേരാണ് മറക്കണ്ട സ്പെക്റ്റും പെറ്റും. സ്പെക്റ്റിന്റെ ഫുൾ ഫോം ആണ് സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി ആൻഡ് പെറ്റ് പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? നോക്കിയേ എന്തൊക്കെയാണ് ന്യൂക്ലിയർ മെഡിസിൻ ഇമേജിംഗ് മെഡിസിൻ ആണെന്ന് പറഞ്ഞു ഓർക്കുക. പിന്നെ ഏതൊക്കെ തരത്തിലുള്ള ഡിസോർഡേഴ്സ് ആണ് ഇതുവഴി ഡയഗ്നോസിസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഏതൊക്കെ എക്സാമ്പിൾസ് ആണ് ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ച് ഡയഗ്നോസിസ് ചെയ്യുന്ന രോഗങ്ങൾക്ക് എക്സാമ്പിൾസ് പറഞ്ഞിട്ട് അത് നോക്കുക. സ്പെക്ട് പെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് 4 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്. ന്യൂക്ലിയർ മെഡിസിൻ ഈസ് എ മെഡിസിൻ ഓഫ് ബ്രാഞ്ച് ഓഫ് ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ ഇമേജിംഗ് ആണ്. ഇമേജിങ്ങിലൂടെയാണ് കണ്ടുപിടിക്കണം. മറ്റേത് ലാബ് ടെസ്റ്റ് ഒക്കെ വേറെ നമ്മൾ പറഞ്ഞു. ചില രോഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ലാബില് നമ്മുടെ ശരീരത്തിൽ നിന്ന് 6 ഫീൽഡ് ഓഫ് ലാബ് ടെസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏതെങ്കിലും ടെസ്റ്റ് നടത്തി രോഗത്തിന്റെ കാരണം മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. ഇത് ഇമേജിംഗ് ആണ്. നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ടിട്ട് അത് ഇമേജസ് കമ്പ്യൂട്ടറിൽ പതിപ്പിച്ച് അതിൽ നിന്നും ഏത് ഭാഗത്ത് ഇന്റേണൽ ഓർഗനാണ് അസുഖം ബാധിച്ചിട്ടുള്ളതെന്നൊക്കെ ക്ലിയർ ചെയ്യാനുള്ളത്. ഇനി പിന്നെ എന്താ പറയുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ഡിസീസസ് ആണ് ഇതിനകത്ത് എന്താ പറയാ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ക്യാൻസേഴ്സ്, ഹാർട്ട് ഡിസീസസ്, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ, പിന്നെ എൻഡോക്രൈൻ സിസ്റ്റം, പിന്നെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, പിന്നെ എല്ലാ അബ്നോർമാലിറ്റീസും വിത്തിൻ ദ ബോഡി. പിന്നെ ന്യൂക്ലിയർ മെഡിസിൻസിന് എന്താ പറയാ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾസ് ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ക്യാൻസർ, ലിംഫോമാസ്, ബോൺ പെയിൻ ആൻഡ് സം ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ്. പിന്നെ സ്പെക്ട് ആൻഡ് പെറ്റ്, രണ്ട് 2 മൊഡാലിറ്റീസ് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ആണ്. മറക്കരുത്, 2 മൊഡാലിറ്റീസ് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെക്ട് ആൻഡ് പെറ്റ് ആണ്. അതിന്റെ ഫുൾ ഫോംസും പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഒരെണ്ണൂടിയും എടുത്തിട്ട് നമുക്ക് ഓക്കെ. നെക്സ്റ്റ് ഓങ്കോളജി ആണ്. ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്കറിയാം it is the department to treat all kinds of cancers and also to provide a wide range of chemotherapy including radiotherapy for cancerous tumors and also blood disorders. അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ബ്ലഡ് ഡിസോർഡേഴ്സും അതുപോലെ തന്നെ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സും ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മളുടെ ഓങ്കോളജി എന്ന് പറയുന്നത്. എന്താണ് ക്യാൻസറസ് ട്യൂമേഴ്സ് എന്ന് പറയാം? എന്താ ട്യൂമർ എന്ന് പറഞ്ഞാൽ? ട്യൂമർ എന്ന് പറയുന്നതൊക്കെ ചിലര് ഇങ്ങനെ അറിയാതൊക്കെ പറയുന്നുണ്ട്. ട്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, അത് ക്യാൻസർ ആണോ അല്ലേ? നമുക്ക് ട്യൂമർ വെറുതെ ട്യൂമർ എന്ന് പറഞ്ഞാൽ അത് ക്യാൻസർ അല്ല, മുഴയാണ് മുഴ. ക്യാൻസറസ് ട്യൂമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ട്യൂമർ ക്യാൻ ബി എ ക്യാൻസർ. എന്നാൽ ചില മുഴകളൊക്കെ എന്താകാറുണ്ട്? ക്യാൻസർ ആകാറുണ്ട് അല്ലെ? ചാൻസ് ഉണ്ട്. മുഴകൾ എല്ലാ മുഴകളും ക്യാൻസർ ആവണമെന്ന് നിർബന്ധമില്ല. ചില മുഴകളൊക്കെ ക്യാൻസർ ആകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ക്യാൻസർ ആണോ അല്ലയോ, ആ മുഴ എന്താ പറയാ നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആണോ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തതാണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അതിനുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയാൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ. ചില സമയത്തൊക്കെ ചില അബ്നോർമൽ ഗ്രോത്തുകൾ നമ്മളുടെ ഇന്റേണൽ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഉണ്ടാകാറുണ്ട്. അത്തരം എന്താ പറയാ അബ്നോർമൽ ഗ്രോത്ത് ആയിട്ടുള്ള ചില മുഴകൾ ഉണ്ടാകാറുണ്ട്. അത് ചിലപ്പോൾ പ്രശ്നക്കാരിയാകൂല, പ്രശ്നമല്ലാത്തതും ആകാം. ഓക്കെ, അപ്പോ ഇത്തരം ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി. ആൻഡ് ഓൾസോ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇറ്റ് വിൽ ബി റെഫറൻസ് ഫ്രം അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ. മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്
റെഫർ ചെയ്ത് വന്നിരിക്കുന്ന പേഷ്യൻസ് ആയിരിക്കും മിക്കവാറും നമ്മുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരിക. അത് ഇൻപേഷ്യന്റ് ആയിക്കോട്ടെ ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ. ആൻഡ് ഡോക്ടേഴ്സ് ഇതിനകത്ത് ചെയ്യുന്നത് they also remove these tumors. ഈ ട്യൂമർ റിമൂവ് ചെയ്യുന്നത് ആൻഡ് ഓൾസോ when it is removed it will be sent for biopsy to verify whether that tumor is harmful or not. ഈ ട്യൂമറുകൾ ഇങ്ങനെ മുഴകളൊക്കെ വന്നു കഴിയുമ്പോൾ ഡോക്ടേഴ്സ് മുഴയുണ്ട് വയറ്റിൽ അല്ലെങ്കിൽ വീടിന്റെ സ്ഥലത്ത് മുഴയുണ്ട്, അത് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്ത വേഗം തന്നെ എടുത്തിട്ട് കൊണ്ട് കളയല്ല. ആൻഡ് ഇറ്റ് ഷുഡ് ബി സെൻഡ് ഫോർ ബയോപ്സി. എന്ത് ചെയ്യും? അത് എടുത്തിട്ട് ബയോപ്സിക്ക് സെൻഡ് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ റിസൾട്ട് വരുന്നു. അത് ശരി എന്താ പറയാ ഹാംഫുൾ ആണോ ഉപദ്രവകാരിയാണോ അല്ലയോ എന്നൊക്കെ അത് നോക്കിയതിന് ശേഷം മാത്രമാണ് അത് ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് അവര് എന്ത് ചെയ്യുന്നുള്ളൂ, അവര് കൺഫേം ചെയ്യുന്നുള്ളൂ. ഓക്കെ. ആൻഡ് ഈ നമ്മുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഹാവ് മെയിൻ 3 areas. പ്രധാനമായിട്ടും ഓങ്കോളജി 3 areas കവർ ചെയ്യുന്നുണ്ട്. ഒന്ന് മെഡിക്കൽ ഓങ്കോളജി, 2 സർജിക്കൽ ഓങ്കോളജി ആൻഡ് 3 റേഡിയേഷൻ ഓങ്കോളജി. ഇതൊക്കെയാണ് മെഡിക്കൽ, സർജിക്കൽ ആൻഡ് റേഡിയേഷൻ ഓങ്കോളജീസ്. 3 എണ്ണം ഉണ്ട് കേട്ടോ. അതെന്താ അങ്ങനെ 3 എണ്ണമായിട്ട് തരംതിരിച്ചിരിക്കുന്നത്? നമുക്കറിയാം ക്യാൻസേഴ്സ് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് വന്നിട്ട് അങ്ങനെ വേഗം തന്നെ ആൾക്ക് എന്താ പറയാ മരിച്ചു പോകുകയല്ല ചെയ്യാം. ഇത് എന്താ പറയാ ഡെവലപ്സ് നമ്മളുടെ ശരീരത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ അതിന് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ ക്യാൻസർ ആയിട്ട് അറിഞ്ഞിട്ട് ശ്രദ്ധ കൊടുക്കാനല്ല ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ, ചില പെയിൻഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോ ഇല്ലേ നമ്മളത് ഇങ്ങനെ വെച്ചോണ്ട് നടക്കും. ചിലപ്പോൾ ചില ബാംസ് വാങ്ങിച്ച് പുരട്ടും, അല്ലെങ്കിൽ ചില മെഡിസിൻസ് നമ്മൾ പെയിൻ കില്ലേഴ്സ് പോലെയുള്ള മെഡിസിൻസ് വാങ്ങിച്ച് കഴിക്കും. അപ്പൊ നമ്മൾ തന്നെ രോഗത്തിന് ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സ് ആകും ചില സമയത്ത് അല്ലെ. ഇപ്പൊ ഫ്രീക്വന്റ്ലി വരുന്ന തലവേദനകള്, വയറുവേദനകള് അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ വല്ലതും കഴിച്ചതിന്റെ പിടിക്കാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ തലവേദനയൊക്കെ അതിൽ വരുമ്പോ ചിലപ്പോ ഗ്യാസ് കയറുമ്പോൾ തലവേദന വരുന്നവരെന്നായിരിക്കാം, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്നതാകാം. അങ്ങനെ പല പല കാര്യങ്ങൾ വെയിലും ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു ഡിസീസ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലട്ടുന്നുണ്ടെങ്കിൽ മേ ബി സം സിംപ്റ്റംസ് ഓഫ് എനി അതർ ഡിസീസ്, മറ്റ് ഏതെങ്കിലും രോഗങ്ങളുടെ ഒരു അടയാളമായിരിക്കാം, സൂചന. അപ്പൊ നമ്മൾ അതിനുള്ള വ്യക്തമായിട്ടുള്ള കൂടുതൽ ട്രീറ്റ്മെന്റുകൾ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഡോക്ടറായി കഴിഞ്ഞാൽ നമ്മൾ താൽക്കാലികമായ ആശ്വാസത്തിന് വേണ്ടി മാത്രമാണ് അത് ചെയ്യാം അല്ലെ. അപ്പൊ അതവിടെ അങ്ങനെ കിടക്കും. അപ്പൊ എന്ത് പറ്റും? ആ ഒരു സ്റ്റേജ് ചിലപ്പോഴൊക്കെ ചില ഇത്തരം വേദനകൾ നമ്മൾ കണ്ടില്ല എന്ന് വെച്ചാൽ അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് ചിലപ്പോൾ ക്യാൻസേഴ്സ് പോലെയുള്ള ചില കാര്യങ്ങളുടെ ഒക്കെ ലക്ഷണങ്ങളാകാം. അപ്പൊ അതങ്ങനെ അവിടെ കിടന്നു. അപ്പൊ സ്റ്റേജ് മാറും. നമ്മുടെ ക്യാൻസറിനൊക്കെ ഓരോ സ്റ്റേജസ് ഉണ്ട്. ആ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കനോട്ട് ബി ക്യൂർഡ്. നമുക്ക് എന്താ പറയാ ചികിത്സിക്കാൻ പറ്റാത്ത സ്റ്റേജിലേക്കൊക്കെ പോകും. അപ്പൊ തുടക്കം തന്നെയൊക്കെ ആണെങ്കിൽ നമുക്ക് പല രീതിയിൽ നമുക്കതിനെ ക്യൂർ ചെയ്യാൻ പറ്റും. അതിൽ വന്നതാണ് മെഡിക്കൽ ഓങ്കോളജി. ചില എന്താ പറയാ ക്യാൻസേഴ്സ് ഒക്കെ വന്ന് അധികം ആകുന്നതിന് മുമ്പേ നമ്മളത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ക്യാൻ പ്രൊവൈഡ് മെഡിസിൻ ആൻഡ് ഓൾസോ കീമോതെറാപ്പിയും മരുന്നും ഒക്കെ കൊടുത്ത് ഭേദമാക്കാൻ പറ്റും. അപ്പൊ മരുന്ന് കൊടുത്തും കീമോതെറാപ്പിയിലൂടെയും ഒക്കെ ക്യാൻസേഴ്സ് ക്യൂർ ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മെഡിക്കൽ ഓങ്കോളജി എന്ന് വിളിക്കുക. Second one is surgical oncology. In this, surgical aspects are also included, including biopsy. അതായത് ഇതിനകത്ത് സർജറിയും കൂടി ഉൾപ്പെടുന്നുണ്ട്. അതായത് ഓപ്പറേറ്റ് ചെയ്ത് ആ സംഭവം എടുത്ത് ആൻഡ് ഓൾസോ റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ്. ഈ ട്യൂമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, മുഴയുണ്ടെങ്കിൽ അത് പുറത്തെടുത്ത് അത് ബയോപ്സിക്ക് സെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെ, അത് അല്ലെങ്കിൽ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല അത് ഉടച്ചു കളയുന്നത് ഉൾപ്പെടെ ഒക്കെ ആണെങ്കിൽ അതാണ് നമ്മുടെ സർജിക്കൽ ഓങ്കോളജി. സർജറി ആസ്പെക്ട് ആണ് അതിനകത്ത് വരുന്നത്. ഓക്കെ. മറ്റേത് മെഡിസിൻ കൊടുക്കുന്നു, കീമോതെറാപ്പി ചെയ്യുന്നു, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. സെക്കൻഡില് സർജറി ആസ്പെക്ട്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് ആ പേര് വന്ന് സർജിക്കൽ ഓങ്കോളജി. ആൻഡ് തേർഡ് വൺ റേഡിയേഷൻ ഓങ്കോളജി ആണ്. റേഡിയേഷൻ തെറാപ്പി ഈസ് യൂസ്ഡ്. അതായത് വളരെ കെയർഫുൾ ആയിട്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ഹൈ ഡോസ് ഓഫ് എന്താ പറയാ റെഗുലേറ്റഡ് ഡോസ് എനർജി ഉള്ള എന്താ പറയാ റേഡിയേഷൻ ആണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. റേഡിയേഷൻ കൊടുക്കുമ്പോൾ ഭയങ്കര ഹൈ ഡോസ് ഉള്ള ഇതായിരിക്കും. ആൻഡ് ഇതിനു വേണ്ടിയിട്ട് അത് കൊടുക്കുന്നതായിട്ട് കിൽ ദ ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചിലപ്പോ എന്തായിരിക്കും ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ഓർഗനിൽ മാത്രമായിരിക്കില്ല ആ ക്യാൻസർ ബാധിച്ചിട്ടുണ്ടാക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ അതങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ പോകും. ദാറ്റ് മീൻസ് അത് അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും മറ്റു പല ഓർഗൻസിനെ കൂടി ബാധിച്ച് അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തപ്പോൾ ഇനി നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലേക്കൊക്കെ പോകും. അങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? റേഡിയേഷൻ ചെയ്യേണ്ടി വരും. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അമിതമായിട്ട് അത് കടത്തിവിട്ടാൽ അത് ഒരു സൈഡ് ഇഫക്ട് തന്നെയാണ്. പക്ഷേ
ഈ ക്യാൻസർ സെൽസ് ക്യാൻസറിന്റെ ആ ഒരു ഇത് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മളത് ചെയ്തേ മതിയാകും. അപ്പൊ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. മൂന്ന് കാര്യമാണ് കേട്ടോ. മെഡിസിൻസ് കൊടുക്കുന്നു, കീമോതെറാപ്പി പ്രൊവൈഡ് ചെയ്യുന്നത്, മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ആസ്പെക്ട്സ് ഇൻക്ലൂഡിംഗ് ബയോപ്സി, റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ്, അതൊക്കെ സർജിക്കൽ ഓങ്കോളജി. റേഡിയേഷൻ ഓങ്കോളജിയിൽ റേഡിയേഷൻ തെറാപ്പി യൂസിങ് ഹൈ ടാർഗറ്റഡ് ആക്സലറേറ്റഡ് ഡോസസ് ഓഫ് ഹൈ എനർജി റേഡിയേഷൻ ടു കിൽ ക്യാൻസർ സെൽസ്. ക്യാൻസർ സെൽസിനെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റേഡിയേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്കിന്ന് വേഗം ഒന്നൊരു നോട്ട് ചെയ്താം. ഒബ്സ്റ്റട്രിക്സിൽ നമുക്ക് നോട്ടൊന്നുമില്ല. പിന്നെ ഏതാ, എംബ്രയോളജി അറിയില്ലെങ്കിൽ ഒന്ന് വെറുതെ എഴുതി വെച്ചേക്കാം. എംബ്രയോളജിയുടെ മീനിങ് ഒന്ന് എഴുതി വെക്കാം. ഭ്രൂണശാസ്ത്രം. വെട്രോ ഫെർട്ടിലൈസേഷനും കൂടി എഴുതി വെക്കാം. കൃത്രിമ ഗർഭധാരണം. 2 മലയാളം വാക്ക് മാത്രം മതി. എംബ്രയോളജി, ഭ്രൂണശാസ്ത്രം, വിട്രോ ഫെർട്ടിലൈസേഷൻ, കൃത്രിമ ഗർഭധാരണം. മറ്റേ ഒരു ഷോർട്ട് ഫോം ഉണ്ട് കേട്ടോ, ART, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് ഓർ ടെക്നോളജി, രണ്ടും തന്നെയാണ്. ART, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്. ഒന്ന് ഷോർട്ടും അതിന്റെ എക്സ്പാൻഡഡ് ഫോമും എഴുതി വെച്ചേക്കാം, ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. ART, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്. ആൻഡ് നിങ്ങൾ എഴുതേണ്ടത് ന്യൂറോളജിയാണ്. ന്യൂറോളജി ഇത് ഹെഡിങ് എഴുതിയേ. ന്യൂറോളജി. ന്യൂറോളജിയില് നിങ്ങൾക്ക് അറിയില്ലാത്ത ഒരു കാര്യം മോട്ടോർ സ്ട്രെങ്ത് ആണ്. മോട്ടോർ സ്ട്രെങ്ത് ഒന്ന് എഴുതി വെക്കാം കേട്ടാ. മോട്ടോർ സ്ട്രെങ്ത് ഒരു ഹൈഫൻ ഇട്ടിട്ട് മസിൽ സ്ട്രെങ്ത് എന്നും അതിന്റെ പേരുണ്ട്. മോട്ടോർ സ്ട്രെങ്ത് ഓർ മസിൽ സ്ട്രെങ്ത്. മസിൽ സ്ട്രെങ്ത്, MUSCLE, മസിൽ സ്ട്രെങ്ത്. എഴുതിയോ? മസിൽ സ്ട്രെങ്ത് എഴുതിയോ? ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. എഴുതിയില്ലേ? ഓക്കെ. It is muscle strength അല്ലെങ്കിൽ motor strength. It is the movement of MOVEMENT, movement of muscles or joint, JOINTS, muscles or joint, movement of muscles or joint, examined, EXAMINED, examined by the neurologist. It is the movement of muscles or joints examined by the neurologist. അതിനെയാണ് നമ്മൾ മോട്ടോർ സ്ട്രെങ്ത് എന്ന് വിളിക്കുക. അവരെ കൊണ്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ചിട്ടാണ്. നെക്സ്റ്റ് വൺ, നെഫ്രോളജിയിൽ നമ്മൾ ഹെഡിങ് ചെയ്ത നെഫ്രോളജിയിൽ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ആണ് എഴുതേണ്ടത്. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്. ഒരു ഹൈഫൻ ഇട്ടിട്ട് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്നും എഴുതിക്കോ. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. ഹൈഫൻ ഇട്ടിട്ട് എഴുതാ. It occurs, OCCURS, occurs when
we have, when we have too much, TOO, രണ്ട് O ആണ്, too much or not enough of minerals, MINERALS, too much or not enough of minerals. ആ മിനറൽസിന്റെ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതിയേക്കാം, സോഡിയം or പൊട്ടാസ്യം, sodium, SODIUM, or potassium, POTTASIUM, sodium or potassium, bracket close ചെയ്യാം. Too much or not enough of minerals, minerals ഏതാണെന്ന് എടുത്ത് പറഞ്ഞതാണ്, സോഡിയം പൊട്ടാസ്യം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. in our body, നമ്മുടെ ശരീരത്തിൽ മിനറൽസ് ആവശ്യത്തിന് ഇല്ലാതിരിക്കുകയോ കൂടിപ്പോകുകയോ ചെയ്യുമ്പോഴാണ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ഉണ്ടാകുക. It may be a sign of SIGN, a sign of kidney disease. It may be a sign of kidney disease. Okay. Next, അതിനകത്ത് തന്നെ hypertension. നെഫ്രോളജിയിൽ അടുത്തതാണ് ഹൈപ്പർടെൻഷൻ. ഹൈഫനേറ്റഡ് എഴുതാ. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ബ്ലഡ് പ്രഷർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബ്ലഡ് പ്രഷർ. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എല്ലാവരും എഴുതിയോ? ആരുമില്ല എഴുതിയവര്? അപ്പൊ ഒന്ന് ലാസ്റ്റ് ഒന്ന് പറഞ്ഞു തരൂ കേട്ടോ. സ്റ്റെൻസി പറഞ്ഞുതരും. അവരെഴുതിയിട്ടുണ്ട്. ഓക്കെ, ഹൈപ്പർ ടെൻഷൻ എഴുതാ കേട്ടോ. ഹൈപ്പർ ടെൻഷൻ. ഇറ്റ്സ് ഓൾസോ കോൾഡ് ബ്ലഡ് പ്രഷർ. ഇഫ് ദ ബ്ലഡ് പ്രഷർ increase, its limit, അത് ഏജസ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. increase its limit, it is called hypertension. ബ്രാക്കറ്റില് HTN, HPN അങ്ങനെ കിട്ടോട്ടാ. എല്ലാം ഹൈപ്പർ ടെൻഷന്റെ ഷോർട്ട് ഫോംസ് ആണ്. HTN, HPN. ഓക്കെ, നെക്സ്റ്റ് വൺ ന്യൂക്ലിയർ മെഡിസിൻ എഴുതാ. ന്യൂക്ലിയർ മെഡിസിൻ അതില് ഫസ്റ്റ് വൺ ഹൈപ്പർ തൈറോയിഡിസം. ന്യൂക്ലിയർ മെഡിസിനില് ആദ്യം എഴുതേണ്ടത് ഹൈപ്പർ തൈറോയിഡിസം. ഹൈഫനേറ്റഡ് എഴുതാം. എഴുതിയോ? ന്യൂക്ലിയർ മെഡിസിൻ എഴുതണം, എന്നിട്ട് ഹൈപ്പർ തൈറോയിഡിസം എന്ന് എഴുതണം. എഴുതാം. It happens when thyroid glands produce too much of thyroid hormones. തൈറോയ്ഡ് ഗ്ലാൻഡ് ഗ്രന്ഥി കൂടുതൽ തൈറോയ്ഡ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുക ഹൈപ്പർ തൈറോയിഡിസം. ഇറ്റ് ഷോസ് സിംപ്റ്റംസ് ലൈക്ക് SHOWS. It shows symptoms, SYMPTOMS. Symptoms like weight loss,
ഹാൻഡ് ട്രമേഴ്സ്. കോമന്റ് ഇടുന്ന ഹാൻഡ് ട്രമേഴ്സ്, TREMORS, കൈവിറക്കല്. ഹാൻഡ് ട്രമേഴ്സ്, എക്സെട്ര. ഇറഗുലർ ഹാർട്ട് ബീറ്റ് ഒക്കെ ഉണ്ട്, അല്ലാതെ ഇതൊന്നുമില്ല. കൈവിറക്കല്, വെയിറ്റ് ലോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഒരു ലക്ഷണങ്ങൾ. നെക്സ്റ്റ് വൺ ലിംഫോമാസ്. ലിംഫോമാസ് അതുകൂടി എഴുതാം. എന്റെ ലിംഫോമാസ് കൂടി എഴുതണം. ലിംഫോമാസ് hyphenated എഴുതാം. ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ. Type of blood cancer. Type of blood cancer that affect white blood cells. That affect white blood cells. WBC in the bracket little term. White blood cells in the short form ആണ് WBC. ഇനി അതിന്റെ താഴെ നിങ്ങൾ എഴുതേണ്ടതാണ് സ്പെക്ട്, പെക്ട്. ഇത് രണ്ടും എഴുതിയിട്ട് അതിന്റെ എക്സ്പാൻഡഡ് ഫോം എഴുതുക കേട്ടോ. പെക്റ്റും എഴുതണം, സ്പെക്റ്റും എഴുതി അതിന്റെ എക്സ്പാൻഡഡ് ഫോം എഴുതി പഠിക്കാം. ഒരു ചെറിയ എന്താ പറയാ വ്യത്യാസത്തിലൊക്കെ ചിലപ്പോ എക്സ്പാൻഡഡ് ഫോം കറക്റ്റ് ആയിട്ട് അറിയണമല്ലോ, എന്നാലല്ലേ താഴെ പറയുന്നതിൽ സ്പെക്റ്റിന്റെ എക്സ്പാൻഡഡ് ഫോം ഏതാണ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ചെറിയ ഒരു വേർഡിന്റെ അകത്ത് ചില അക്ഷരങ്ങൾ മാത്രമൊക്കെ മാറ്റിയിട്ടൊക്കെ വരാറുണ്ട് അങ്ങനെ കേട്ടോ. അപ്പൊ സ്പെക്ട്, പെക്ട് അതിന്റെ ഫുൾ ഫോംസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കും. ഒരു പ്രാവശ്യം എഴുതി കഴിയുമ്പോൾ തന്നെ മനസ്സിൽ പതിയും. അപ്പൊ ലെറ്റേഴ്സ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ പിന്നെ തെറ്റില്ല. അല്ലെങ്കിൽ ചിലപ്പോ അത് തന്നെയാണോ ഇത് തന്നെയാണോ അതെന്നൊക്കെ ചിലപ്പോ തോന്നിപ്പോകും. ഒരു വേർഡ് മാത്രം ചിലപ്പോ മാറിപ്പോയാൽ അറിയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഓങ്കോളജി വരെയാണ് എടുത്തത്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്ന രണ്ട് ടോപ്പിക്സ് ആയിരുന്നു. ഒന്ന് ന്യൂറോളജിയും ഒന്ന് ന്യൂക്ലിയർ മെഡിസിനും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. 4 ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്ന് പഠിച്ചത്. ഏതൊക്കെയാ? ഒബ്സ്റ്റട്രിക്സ്, ന്യൂറോളജി, നെഫ്രോളജി, ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് ഓങ്കോളജി കേട്ടോ. അപ്പൊ അത് അഞ്ചെണ്ണം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് വരിക. ഓക്കെ, സ്പെക്റ്റും പെക്റ്റും എഴുതണം, മറക്കരുത്. അത് എഴുതി വെച്ചിട്ട് ലീവ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ആർക്കും ഒരു എണ്ണം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് പ്ലീസ് ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്തേക്കട്ടെ ആരെങ്കിലും. ഓക്കെ, സീ യു.